ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും നാടുകടത്താനുള്ള ആക്ഷൻ പ്ലാൻ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തന്നെയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം എത്ര സംസ്ഥാനങ്ങളിൽ ഇവർ വ്യാപകമായി ഉണ്ട് എന്നറിയണം. അങ്ങനെ നടത്തിയ ഒരു പരിശോധനയിൽ തന്നെ 18 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയും റോഹിംഗ്യകളും ബംഗ്ലാദേശികളും വ്യാപകമായി താമസിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കിട്ടിയത്. ഈ 15 സംസ്ഥാനങ്ങളിലും വ്യാപകമായിട്ടുള്ള റെയ്ഡിനൊരുങ്ങുകയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി അനധികൃതമായി ഇവിടെ താമസിക്കുന്ന ഓരോ ബംഗ്ലാദേശിയെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വിങ് ഇപ്പോൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് 3 ലെയർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വെരിഫിക്കേഷൻ ഉണ്ടാക്കും. അതാണ് ഈ വാർത്തയിലെ ക്രക്സ് എന്ന് പറയുന്നത്. 3 ലെയർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 ലെയർ ആയിട്ടായിരിക്കും ഇവരെ വെരിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. BJP ഇവരെ ഇല്ലീഗൽ ഇൻഫിൽട്രേറ്റേഴ്സിനെ എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. പോരാത്തതിന് സുപ്രീം കോടതി തന്നെ ആസാമിൽ അനധികൃതമായി താമസിപ്പിച്ചിരിക്കുന്ന ഡിറ്റൻഷൻ സെന്ററുകളിൽ താമസിപ്പിച്ചിരിക്കുന്ന ഈ ബംഗ്ലാദേശികളെ ഇവർ അനധികൃത കുടിയേറ്റക്കാരാണ്, ഇവരെ എന്തിനാണ് തീറ്റിപ്പോറ്റുന്നത് എന്ന് അസം സർക്കാരിനോട് ചോദിച്ചിരുന്നു, രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശക്തമായ നടപടി ഉണ്ടാകാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും 18 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ കേരളവും ഒരു സംസ്ഥാനമാണ് എന്ന് അറിയാനായി സാധിക്കുന്നു. കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ബംഗ്ലാദേശികൾക്കായിട്ടുള്ള റെയ്ഡുകൾ കേരള പോലീസ് തന്നെ നടത്തി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലത്ത് നിന്നും അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശികളെ പിടിക്കുന്ന സാഹചര്യമുണ്ട്. പലരും ABT എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിലെ പോലെ അംഗങ്ങളാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള 3 ലെയർ വെരിഫിക്കേഷനോടുകൂടിയുള്ള ആക്ഷൻ പ്ലാൻ ഹോം മിനിസ്ട്രി അഥവാ ആഭ്യന്തര മന്ത്രാലയം ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും പിടിച്ച് പുറത്താക്കാനായി രൂപീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.